പഴക്കം ചെന്നൊരു മന. അതിനു മുന്നിൽ തീപ്പന്തവുമായി ഒരാൾ നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മനയുടെ മുകളിലായി ചില അദൃശ്യ രൂപങ്ങളെയും കാണാം. എന്നാൽ ആരും അധികം ശ്രദ്ധിക്കാത്ത, ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു മുഖം അതിൽ മറഞ്ഞിരിപ്പുണ്ട്. ബ്രഹ്മയുഗത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിരുന്നു ഇത്. ഈ പോസ്റ്റർ പോലെയാണ് ബ്രഹ്മയുഗം എന്ന രാഹുൽ സദാശിവൻ ചിത്രവും. ഏറെ നിഗൂഢതകൾ നിറഞ്ഞ, സത്യമോ മിഥ്യയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അദൃശ്യമായൊരു മുഖം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ മുഖം എന്താണെന്നും ആരാണെന്നും വ്യക്തമാക്കിയാണ് ബ്രഹ്മയുഗം കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയത്. 17-ാം നൂറ്റാണ്ടിലെ തെക്കൻ മലബാറിൽ നടക്കുന്ന ഫിക്ഷൻ കഥയാണ് ബ്രഹ്മയുഗം. കാടിന്റെ വന്യതയും ഭയവും ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് തുടക്കം. അക്കാലത്തൊരു ഇല്ലത്തിൽ തമ്പുരാനെ പാടിയുറക്കിയിരുന്ന പാണനാണ് തേവൻ. എന്നാൽ അപ്രതീക്ഷിതമായി അവിടം വിടേണ്ടി വരുന്ന ഈ ചെറുപ്പക്കാരൻ വഴിതെറ്റി കൊടുമൺ പോറ്റിയുടെ ഇല്ലത്തെത്തുന്നു. വലിയൊരു കാടിനുള്ളിൽ തനിച്ചായി പോയ തനിക്ക് കിട്ടിയൊരു അഭയകേന്ദ്രമായിരുന്നു ആ മനയെങ്കിലും ആ ചെറുപ്പക്കാരനെ കാത്തിരുന്നത് അവിശ്വസനീയമായ നിഗൂഢതകൾ മാത്രം നിറഞ്ഞ ദിനങ്ങളായിരുന്നു. ഇവിടെ നിന്നും രക്ഷപ്പെടാനായി തേവൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ഹൊറർ ത്രില്ലർ ആണെങ്കിലും ആവശ്യമില്ലാത്ത ഗിമിക്സുകളൊന്നും ചേർക്കാതെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഹൊറർ എലമെന്റുകൾ രാഹുൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻഗേജിങ് ചെയ്യിപ്പിച്ചുള്ള തിരക്കഥയാണ് ചിത്രത്തിന്റെ USP. അക്കാര്യത്തിൽ TD രാമകൃഷ്ണനും രാഹുൽ സദാശിവനും കയ്യടി അർഹിക്കുന്നുണ്ട്. ഭൂതകാലം മുതൽ വ്യത്യസ്തതകൾ തേടിപ്പോകുന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ എന്ന് വ്യക്തമായിരുന്നു. ആ വ്യത്യസ്തത ബ്രഹ്മയുഗത്തിലും രാഹുൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വിജയിക്കുകയും ചെയ്തു. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ബ്രഹ്മയുഗം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികതകളുടെ വലിയൊരു വേലിയേറ്റ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ ഒരുക്കുക എന്നത് ഏറെ ശ്രമകരമായ പരീക്ഷണാത്മക ദൗത്യമാണ്. ആ ദൗത്യം യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ തന്നെ ബിഗ് സ്ക്രീനിൽ അണിയറ പ്രവർത്തകർ എത്തിച്ചിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ഈ സിനിമ കാണേണ്ടതെന്നതും 100% ഉറപ്പാണ്. സമീപകാലത്ത് വ്യത്യസ്തതകൾ തേടി അലയുന്ന മമ്മൂട്ടിയിലെ മറ്റൊരു ഗംഭീര പ്രകടനമാണ് ചിത്രത്തിലേത്. ഫാൻസിന്റെ രീതിയിൽ പറഞ്ഞാൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം. ആദ്യം മുതൽ രണ്ടാം പകുതി ഏറിയ ഭാഗവും അടക്കിവാണ മമ്മൂട്ടിയുടെ പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ഒരു മുഖത്ത് തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ, ഡെവിലിഷ് ലുക്കുള്ള ചിരികൾ, നിഗൂഢതകൾ എല്ലാം മമ്മൂട്ടിയിലെ നടനെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. അർജുൻ അശോകന്റെ കരിയറിലെ ബെസ്റ്റ് വേഷമാണ് തേവൻ. ബ്രഹ്മയുഗത്തിലെ നായകൻ എന്ന് വേണമെങ്കിൽ അർജുനെ വിശേഷിപ്പിക്കാം. മനയിൽ കയറിയ ശേഷവും രക്ഷപ്പെടാൻ ഒരു മനുഷ്യൻ നടത്തുന്ന അങ്കലാപ്പുകളും ഭയവുമെല്ലാം ഭദ്രമായി തന്നെ അർജുൻ അവതരിപ്പിച്ചു. ബോൾഡായൊരു വേഷമായിരുന്നു സിദ്ധാർത്ഥിന്റേത്. ആദ്യം മുതൽ ചോദ്യചിഹ്നമൊരുക്കിയ ഈ കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജ്, സംസാര ശൈലി എല്ലാം തന്മയത്വത്തോടെ സിദ്ധാർത്ഥ് ഗംഭീരമാക്കി. നിസ്സഹായനായ എന്നാൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ഈ വേഷം. ചെറിയ സീനുകളിൽ മാത്രമേ വന്നു പോകുന്നുള്ളൂ എങ്കിലും അമാൽഡാലിസും മണികണ്ഠനും തങ്ങളുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കി. സർപ്രൈസായ ഒരു കഥാപാത്രവും രണ്ടാം പകുതിയിൽ ഇവർക്കൊപ്പമുണ്ട്. കൊടുമൺ പോറ്റി യഥാർത്ഥത്തിൽ ആരാണെന്നതും വലിയ ട്വിസ്റ്റാണ്. ബ്രഹ്മയുഗത്തിന്റെ ഹൈലൈറ്റുകളിലുള്ള മറ്റൊരു ഘടകം ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുമാണ്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതിൽ, ഭയപ്പെടുത്തുന്നതിൽ മുന്നിൽ നിന്നത് സംഗീതമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റോ സേവിയർ കയ്യടി അർഹിക്കുന്നുമുണ്ട്. ക്ഷയിച്ച മനയുടെ അകത്തളവും പുറം ലോകവും വന്യതയുമെല്ലാം അതിഗംഭീരമായി ക്യാമറയിൽ ഒപ്പിയെടുത്ത ഷെഹ്നാദ് ജലാലും പ്രശംസ അർഹിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ അതിമനോഹരമായ പ്ലോട്ടും മികച്ച പ്രകടനങ്ങളും കൂടിച്ചേർന്നൊരു സൂപ്പർ സിനിമാറ്റിക് ഉറപ്പായും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രവും.